നമസ്കാരം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അതിസുരക്ഷാ ക്രമീകരണങ്ങൾ ഭേദിച്ചുകൊണ്ടാണ് ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയത്. ഇയാൾ ജയിൽ ചാടി ഏതാനും മണിക്കൂറുകൾക്കകം 4-5 മണിക്കൂറുകൾക്കകം പിടിയിലാവുകയും ചെയ്തു. ഇയാൾ എന്തിനാണ് ജയിൽ ചാടിയത് എന്നുള്ള ചില ചർച്ചകളൊക്കെ സമൂഹ മാധ്യമത്തിൽ കാണാം. ഇയാൾക്ക് ലൈംഗികമായ തൃഷ്ണകളുണ്ട്, അത് പൂരിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാനായിട്ട് ജയിൽ ചാടിയതാണ്. ഇയാൾക്ക് കഞ്ചാവ് വേണം, കള്ള് വേണം, അതിനൊക്കെയാണ് ജയിൽ ചാടിയത് എന്നൊക്കെ പറയുന്നു. ഈ 14 കൊല്ലം ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഇയാൾ അവിടെ കിടന്നു. ഇത്രയും കാലം ഇദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ജയിലിൽ. ഇല്ല, ജയിലിൽ ഫോൺ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നു, നമുക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ. പക്ഷേ ഈ അതീവ സുരക്ഷാ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ നിരീക്ഷണം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷം ഈ മാധ്യമങ്ങളും അതുപോലെ പൊതുസമൂഹവും സമൂഹ മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇടതുപക്ഷ വലതുപക്ഷ എല്ലാ BJP രാഷ്ട്രീയം ഉൾപ്പെടെ ഇദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് പോസ്റ്റ് ഇടുകയും ഇദ്ദേഹവുമായുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുകയും ഇദ്ദേഹത്തെ അങ്ങ് പ്രകീർത്തിക്കുകയാണ്. ഇദ്ദേഹത്തെ പ്രകീർത്തിക്കുമ്പോൾ ചിലർക്ക് ചൊറിയും. ആരാണ് എന്താണെന്നൊന്നും വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. VS അച്യുതാനന്ദനെ പ്രകീർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷവും മഹാനായി മാറുന്നത് കണ്ട് ചിലർക്ക് സഹിച്ചില്ല. അപ്പൊ പിന്നെ മാധ്യമങ്ങൾക്ക് അലക്കാനൊരു വിഷയം വേണ്ടേ? അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് ജയിലിൽ ചാടിച്ചതാണ്. കാരണം സാധാരണ ഒരു തടവുകാരൻ ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല, അയാളെ പിടിക്കും. ഇപ്പം റിപ്പർ ജയാനന്ദൻ ജയിലിൽ ചാടിയിട്ട് ഇത്രയോ കാലം കഴിഞ്ഞ് അയാളെ പിടിച്ചത്. പക്ഷേ ഗോവിന്ദചാമി ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ, ഒരു പാവം പിടിച്ച പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്ന് കേരളം ഇത്രയധികം ചർച്ച ചെയ്ത ഒരു കേസിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതി, അതും ഒരു വികലാംഗനായ പ്രതി ജയിലിൽ ചാടിക്കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയാകും. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കും. ഇപ്പോൾ അച്യുതാനന്ദനെ കുറിച്ചുള്ള പോസ്റ്റുകളോ ഒന്നും കാണുന്നില്ല മാധ്യമങ്ങളിലൊന്നും തന്നെ. മാധ്യമങ്ങളിലും കാണുന്നില്ല, സമൂഹ മാധ്യമങ്ങളിലും കാണുന്നില്ല. എല്ലായിടത്തും ഗോവിന്ദചാമിയെക്കുറിച്ചും കണ്ണൂർ ജയിലിലെ സുരക്ഷയെക്കുറിച്ചും ഇയാളെ വിയ്യൂർക്ക് മാറ്റിയതിനെ കുറിച്ചും ഒക്കെ തന്നെയുള്ള ചർച്ചകളാണ് കാണുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പെഹൽഗാമിലെ ആക്രമണം വീഴ്ചയാണെങ്കിൽ ഇതും ഒരു വീഴ്ചയാണ് എന്ന് നമ്മുടെ P ജയരാജൻ പറഞ്ഞതും കേട്ടു. എന്തൊക്കെയാലും ഇത് ഒരു വീഴ്ച തന്നെയാണ്, സംശയമൊന്നുമില്ല. ഒരു ഇത്രയും പ്രധാനപ്പെട്ട പ്രതി ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഭേദിച്ചുകൊണ്ട് ജയിലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അതൊരു വീഴ്ച തന്നെയാണ്. അതൊരു നിയമപരമായ വീഴ്ച കൂടിയാണ്. അപ്പം ഇതിന്റെ ഈ രാഷ്ട്രീയം ഇതാണ്. VS അച്യുതാനന്ദനെ പ്രകീർത്തിക്കുന്നത് സഹിക്കാനാകാതെ ഇയാളെ ജയിൽ ചാടിച്ചതാണ് എന്നൊരു വാദവും കേട്ടു. നമുക്കറിയില്ല കേട്ടോ, ഇതൊന്നും സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ സംഭവിച്ചത് അത് തന്നെയാണ്. ഇപ്പം ഗോവിന്ദചാമി അല്ലാതെ VS അച്യുതാനന്ദൻ ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലും ചർച്ചയാകുന്നില്ല. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കുറിച്ച് VS അച്യുതാനന്ദനെ കുറിച്ച് മിനിമം ഒരു 10 ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു 15 ദിവസമെങ്കിലും പത്രങ്ങൾ നിർത്താതെ എഴുതിയേനെ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയേനെ, പഴയ ഇന്റർവ്യൂകൾ എടുത്തു വെച്ചേനെ, അങ്ങനെ പലതും ചെയ്തേനെ. ഇദ്ദേഹത്തെ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുടെ ഇന്റർവ്യൂകളൊക്കെ തന്നെ എടുത്തു വെച്ചേനെ, എടുത്ത് സംപ്രേഷണം ചെയ്തേനെ, പ്രക്ഷേപണം ചെയ്തേനെ, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് മാധ്യമങ്ങളിൽ നിന്ന് മാറ്റിവെക്കാൻ ചിലർക്ക് ഉദ്ദേശമുണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ജയിൽ ചാട്ടം എന്നും പറയപ്പെടുന്നു. മാത്രമല്ല ഇയാൾ ഒരാഴ്ച മുമ്പ് ജയിലിൽ ചാടിയതാണ്, അതുകൊണ്ടാണ് ഇയാൾക്ക് താടിയും മുടിയും വളർന്നത് എന്നുള്ള വാദങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വാദങ്ങളൊക്കെ മാറ്റിവെച്ച് അതിന്റെ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം കണ്ടപ്പോൾ അത് ഒന്ന് ചർച്ച ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിൽ ഒരു സാധ്യതയുണ്ട്. എന്തായാലും അങ്ങനെ ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും VS എന്ന് പറയുന്ന മരിച്ചു കഴിഞ്ഞിട്ടും മഹാനായി വന്നുകൊണ്ടിരുന്ന ആ വ്യക്തി മാധ്യമങ്ങളിൽ നിന്ന് മാഞ്ഞു പോയി എന്നത് സത്യമാണ്. അങ്ങനെ മാഞ്ഞു പോകാൻ കാരണമായത് ഈ ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം മാത്രമാണ് അതിനകത്ത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായത്. വേറെന്ത് വാർത്ത വന്നാലും അതിനെയൊക്കെ മാറ്റി വെച്ചിട്ട് VSന്റെ വാർത്തകളും അല്ലെങ്കിൽ VSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലേഖനങ്ങളും ഒക്കെ തന്നെ വന്നേനെ. ഈ ഗോവിന്ദചാമി ജയിലിൽ ചാടിയതുകൊണ്ട്, കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സുരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ചർച്ചയായതുകൊണ്ട്, ഗോവിന്ദചാമി ആയതുകൊണ്ട്, ഇയാൾ ഏറ്റവും പ്രമാദമായ ഒരു കേസിലെ പ്രതി ആയതുകൊണ്ട് അതാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചയാകുന്നത്. അത് ഈ ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നതാണോ, ഇനി ഉർവശി ശാപം മനഃപൂർവ്വം സൃഷ്ടിച്ചെടുത്ത ഒരു കഥയാണോ, അല്ലെങ്കിൽ ഒരു നാടകമാണോ, രാഷ്ട്രീയ നാടകമാണോ? ഇതിനകത്ത് ചില ലോജിക്കുകളുണ്ട്. ഇയാൾക്ക് പുറത്തുനിന്ന് സഹായമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇയാൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ പുറത്തുനിന്നുള്ള ആളുകൾ ഇയാളെ സഹായത്തിന് എത്തിയേനെ. ഇയാൾക്ക് അകത്തുനിന്ന്, ജയിലിനകത്തുനിന്നുള്ള സഹായങ്ങൾ എന്തെങ്കിലും കിട്ടിയോ എന്നുള്ള സംശയമാണ് ഉണ്ടാകുന്നത്. ഈ 3-4 മണിക്കൂർ ഇയാൾ സെല്ലിന് പുറത്തിറങ്ങി, കമ്പിയഴി മുറിച്ച് പുറത്തിറങ്ങിയിട്ടൊന്നും ജയിലിലെ ആരും കണ്ടില്ല, അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ് എന്തു വന്നാലും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4-5 മണിക്കൂർ ഇയാൾ കണ്ണൂർ ജില്ല വിട്ടെങ്കിലും പോയില്ല. ഇയാൾക്ക് മംഗലാപുരത്തേക്ക് പോകാമായിരുന്നു, സംസ്ഥാനം വിട്ടു പോകാമായിരുന്നു, ഇയാൾക്ക് വേറെ എങ്ങോട്ടെങ്കിലും മറ്റു ജില്ലകളിലേക്ക് പോകാമായിരുന്നു. ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം കിട്ടിയിരുന്നെങ്കിൽ ഇയാളെ കൊണ്ടുപോകാൻ വണ്ടി വന്നേനെ. ഇയാൾ നടന്നൊക്കെയാണ് പോയത്. ഇയാൾ എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയില്ല, അല്ലെങ്കിൽ രക്ഷപ്പെട്ട് ഓടിയില്ല? ഇയാൾക്ക് ജയിൽ ചാട്ടം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ആദ്യം ചെയ്യുന്നത് സേഫ് ആയ സ്ഥലത്തേക്ക് മാറുകയാണ്. കണ്ണൂരിലെ തളാപ്പിലേക്ക് മാറുകയല്ല ചെയ്യേണ്ടത്. കണ്ണൂർ ജില്ലയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ പമ്മി നടന്നത് എന്തിനാണ്? ഇയാൾക്ക് വേറെ എവിടെയെങ്കിലും പോയി ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു. കാരണം ഇയാൾ ചാടിക്കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞാണ് നേരം പുലർന്നത് തന്നെ.
ഇയാളെ ആരും കാണും എന്നുള്ള ഭയവും അയാൾക്ക് ആ സമയത്ത് വരേണ്ട കാര്യമില്ല. ഇതൊക്കെ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ഈ VS അച്യുതാനന്ദൻ മരിച്ചിട്ടും മഹാനാകുന്നത് സഹിക്കാൻ പറ്റാത്ത ചിലർ ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും തരത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഉറപ്പൊന്നുമില്ല. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.